നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ഫ്രൈഡേ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ വീഡിയോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഹെൽത്തൊക്കെ കുറച്ച് ഉഷാറായി വരുന്നു അല്ലേ വിധു? പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കിടക്കാം. കാര്യമായിട്ടുള്ള ഒരു കോണ്ടന്റ് ഉള്ള സീസണല്ല ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ടാമത്തെ റീസൺ എനിക്ക് തോന്നുന്നത് വിധു, ഒന്ന് അതിനുള്ള ആൾക്കാർ കോണ്ടന്റ് തരുന്നില്ല. രണ്ടാമത് അഖിലിന്റെ പ്രസ്താവനകൾ അത്യാവശ്യം വ്യൂവർഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോ കുറെ പേര് ഇത് അതിനുശേഷം കുറെ പേര് എനിക്ക് തോന്നുന്നു കാണുന്നില്ല എന്ന് തോന്നുന്നു. കുറെ പേര് നമ്മളോടും കുറെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു. കാരണം അഖിലിന്റെ ആ പ്രശ്നങ്ങളൊക്കെ വന്ന് അഖിലിന്റെ തുറന്നു പറച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഷോനെ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ട് കേട്ടോ. ഈ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കാണുന്നവർ ഇഷ്ടംപോലെ പേരുണ്ട്. കറക്റ്റ്. അപ്പോൾ ഒന്നുമില്ല ശ്രദ്ധിച്ചില്ല. പിന്നെ അപ്പോൾ ഓക്കെ ഒന്നത്. പിന്നെ രണ്ടാമത് മെയിനായിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഗസ്റ്റ് പോയി അല്ലേ? അവര് വന്നിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. രണ്ടുപേരും അതെ നല്ലൊരു രീതിക്കായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത്. ശ്വേതാ മേനോനൊക്കെ എത്ര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് തോന്നിപ്പോയി. കാരണം അവര് പോയപ്പോ ശരിക്കും അവർക്കും വിഷമായി, അവിടെ ഉള്ളവർക്കും വിഷമായി. ഒന്നാമത് അവർ രണ്ടാളും അങ്ങനത്തെ ആൾക്കാരാണ്. ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ സീസണിന്റെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവിടെ ചെന്ന് അലമ്പാക്കണ ആൾക്കാരെക്കാളും കൂടുതൽ ആ ഷോയ്ക്ക് വേണ്ടത് നല്ലൊരു പോസിറ്റീവ് വൈബ് അതിൻ്റെ ഉള്ളിലുള്ളവർക്കും കൊടുത്ത്, കാരണം പുറത്തുള്ളവർക്കും ഷോന്റെ ഒരു പൊതുവെ നിലവാരം ഉയർത്താൻ പറ്റിയ ആൾക്കാർ തന്നെയാണ് വേണ്ടത്. എല്ലാരും നല്ലോണം എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തു അല്ലെ? മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണെന്നുള്ള രീതിയിൽ ബിഹേവ് സംസാരിച്ച് ലെവലായി. പിന്നെ അവര് പോയപ്പോഴും നമ്മളെ ഡയമണ്ട് ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്ലൂ കൊടുത്തു. ആ ക്ലൂവിലാണ് നമ്മളെ സായി കണ്ടുപിടിച്ചത്. സായിയാണ്, സായിക്കാണ് കിട്ടിയതേ. അർജുനാണ് ശരിക്കും ഫ്രിഡ്ജ് നോക്കിയത്. പക്ഷെ അപ്പൊ സായി ഓടി വന്ന് നോക്കി, അതിൽ സായിക്ക് കിട്ടി. സായി അപ്പൊ പക്ഷെ പറഞ്ഞില്ല. സായി അപ്പൊ ചെയ്തത് നല്ല അടിപൊളി ഗെയിം ആയിരുന്നു. അപ്പൊ ആരോടും പറഞ്ഞില്ല, പറയാണ്ട് വന്നു. പക്ഷെ പൊട്ടത്തരം കാട്ടി. പിന്നെ ബിഗ് ബോസ് എല്ലാരെയും വിളിച്ചിരുത്തിയപ്പോ സായി എന്താന്ന് ചോദിച്ചപ്പോ ബിഗ് ബോസിനോട് ചോദിച്ചു, എനിക്ക് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുമോ? ബിഗ് ബോസ് വിളിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ബോസ് സായിനെ പറ്റിച്ച ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ സായി ബിഗ് ബോസിനോട് ചോദിച്ചു കൺഫെഷൻ റൂമിലേക്ക് എന്നെ വിളിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുക. അപ്പോൾ ആ ഒരു ഇതിന് എണീച്ച് ചോദിച്ചത് അതാന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയുന്നത്. പിന്നെ എന്തിനാ ഈ ശ്രീരേഖയ്ക്ക് ഇത് കൊടുക്കുക എന്നൊക്കെ പറയണെന്ന് അറിയണില്ല കേട്ടോ. ഈ പുറത്തുള്ളവർക്ക് ശ്രീരേഖ ഔട്ടായാൽ മതിയായിരുന്നു ഈ വീക്ക് തോന്നിപ്പോവാ. കാരണം ഇനി ശ്രീരേഖയ്ക്ക് അത് കൊടുക്കാൻ, ഇനി ശ്രീരേഖയെ സേഫ് ആക്കാനാണോ? എന്തിനാണ് എന്ത് ഗെയിമാണുള്ളത്? ഇവരെന്തിനാ കിട്ടണവരൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുക പറയണത് മനസ്സിലാവണില്ല. ശ്രീരേഖയ്ക്ക് കൊടുക്കും, ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കും. അപ്പൊ ആ കൊടുക്കുമ്പോ അവര് വലിയ സംഭവമായി മാറുകയാണെന്ന് അവരുടെ തോന്നല്. പക്ഷെ ഒന്നുമല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. അവർക്ക് പ്രേക്ഷകർക്ക് അത് അവരെ ആകെ സങ്കടപ്പെടുത്തുക ചെയ്യുന്നത്. അത് ഇവർക്ക് അറിയുന്നില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ ഇപ്പൊ നാളെ അറിയാലോ ആരൊക്കെയാണ് ഔട്ട് ആവണത് എന്ന്. ശ്രീരേഖ പോവോ ശരണ്യ പോവോ ഒന്നും അറിയില്ല. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നന്ദന ഇപ്പൊ ഈ ആഴ്ചത്തെ നോമിനേഷൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വീക്ക് രക്ഷപ്പെട്ട നന്ദനയ്ക്ക് ഒരു വീക്കും കൂടി സേഫ് ആയി കിട്ടി. അല്ല, അങ്ങനെ ഓരോ റീസൺ കൊണ്ട് ആൾക്കാർ എവിടേക്ക് അത് സേഫ് ആയി പോകണമെന്ന് അറിയില്ല. ഒരു പവർ റൂം കണ്ടൊരു സാധനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ എല്ലാവരും പവർ റൂം എന്ന് പറഞ്ഞ സാധനം ഈ പ്രാവശ്യം വേണ്ടായിരുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കാണുന്നവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. ഒരു കാര്യമില്ലാണ്ട് ആ റസ്മിനൊക്കെ അവിടെ ഇരിക്കുന്ന കാണുമ്പോണ്ടല്ലോ ചില്ലറ ദേഷ്യം നല്ല വരുന്നത്. സുഖിച്ച് ഇങ്ങനെ എപ്പോഴും ചിരിച്ച് ഒരുമാതിരി ഭാവവും കാട്ടി നടക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരിക ശരിക്കും. റസ്മിനൊക്കെ ഈ പവർ റൂം കാരണം രക്ഷപ്പെട്ട് പോയ ഒരാളാണ് ശരിക്കും. അതുകൊണ്ട് അത് ഒരു നന്നല്ല തോന്നുന്നു. അല്ല, ഒന്നാമത് ചിന്തന ജാസ്മിനായിട്ടുള്ള ആ പ്രശ്നത്തിൽ സീരിയസ് ആയിട്ട് ജാസ്മിൻ ശരിക്കും മാപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു. റസ്മിൻ കൊടുക്കരുതായിരുന്നു. ഇനി ജാസ്മിൻ മാപ്പ് കൊടുത്താൽ പോലും റോക്കി ചെയ്ത് അത്ര വലിയ തെറ്റൊന്നല്ല, ചെയ്തിട്ടില്ലെങ്കിൽ അത്ര വലിയ തെറ്റൊന്നല്ല. പക്ഷെ എന്നാലും മാപ്പ് കൊടുത്താൽ പോലും സീരിയസ് ആയിട്ട് ലാലേട്ടൻ വന്നിട്ട് പക്ഷെ ഇന്ന് ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞു പോയില്ലോ. അത് നമ്മളെ കാണിച്ചു. സാധാരണ അതിനെപ്പറ്റി കാണിക്കാറുണ്ടായിരുന്നില്ല. അതായത് ജാസ്മിനെ ആണല്ലോ ജയിലിലേക്ക് തെരഞ്ഞെടുത്തത്. പവർ ടീമിന് ഒരാളെ നേരിട്ടിട്ട് ജയിലിലേക്ക് സെലക്ട് ചെയ്യാലോ. അവര് സെലക്ട് ചെയ്തത് കറങ്ങി തിരിഞ്ഞ് സെലക്ട് ചെയ്തത് ജാസ്മിനെയാണ്. അത് എത്രത്തോളം
കറക്റ്റ് ആണ് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ജാസ്മിനെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ജാസ്മിന് തന്നെ പരിപാടി ജയിലിൽ പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം ജാസ്മിൻ ആണോ പോകേണ്ടിയിരുന്നത്? ജാസ്മിൻ പോവാ അല്ലെങ്കിൽ ജിൻഡോ പോവാ ജാസ്മിൻ പോവാ ഇത് തന്നെ. പിന്നെ ജാസ്മിൻ ആണോ ശരിക്കും പോകേണ്ടത്? എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം ജാസ്മിൻ ആണ് പോകേണ്ടത്. അല്ല, ജാസ്മിൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ടാസ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജാസ്മിനെ ജയിലിലേക്ക് പറഞ്ഞയക്കാന്നുള്ള തീരുമാനിച്ചത് ആരാ? എനിക്ക് തോന്നുന്നു നോറ അതിന്റെ പേരിൽ. കാരണം നോറ അതിലുണ്ടല്ലോ. പക്ഷെ നോറയ്ക്ക് ജാസ്മിനെ വിടണമെന്നില്ല. നോറയ്ക്ക് ജാസ്മിന് ചിലപ്പോൾ ഒരു പക്ഷെ വിടണമെന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്രാവശ്യത്തിൽ നോറ അല്ല പറഞ്ഞിരിക്കുന്നത്. അല്ല, കാരണം നോറ ആദ്യം പറഞ്ഞു റസ്മിനും അഭിഷേകും അൻസിബി അവരുടെ പരസ്പരം പിന്നെ പാരാ ജാസ്മിനല്ലേ. ഈ അൻസിബയ്ക്ക് ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജ് ആണ്. അൻസിബ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അൻസിബയോട് അതിന് മാത്രം എന്താ ജാസ്മിൻ ചെയ്ത്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്തിട്ടില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ പറയാറില്ല അവിടെ ഡാഗിനി എന്നൊക്കെ വിളിക്കണം. അവിടെ പോയി പറഞ്ഞു കൊടുത്തിക്കണേ. ഡാഗിനി എന്നാണ് അൻസിബനെ വിളിക്കുന്നത് ജാസ്മിൻ എന്നുള്ളത്. കാരണം ആ കുളിക്കാത്ത പ്രശ്നം റിലേറ്റഡ് ആയിട്ടൊക്കെ അല്ലേ, പ്രശ്നം റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവിടെ അൻസിബേനെയാണ്. അല്ല, അൻസിബ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ പവർ ടീം നോമിനേറ്റ് ചെയ്യേണ്ടത് ഋഷിയാണ്. തീരെ HR ആയിട്ട് വസ്തുവിനും കൊള്ളാണ്ട് പെർഫോം ചെയ്ത ഒരാൾ ഋഷിയ. എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ തോന്നിയത് ഋഷിയുടെ ഭാഗത്തുനിന്ന് ഒട്ടും നന്നല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. കാരണം ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ ഹോട്ടൽ ടാസ്ക് മറ്റുള്ള വർഷത്തെ ആലോചിച്ചിട്ട് ഹോട്ടൽ ടാസ്കേ കൊള്ളായിരുന്നു. അത് വേറെ. അതിൽ തന്നെ HR ആയിട്ട് മാനേജറായിട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾ ഗംഭീര പെർഫോമൻസ് കാണിച്ചു വയ്ക്കാൻ. ജുനൈസിന്റെ ഗ്രാഫേ മാറിയത് ഒറ്റ ഹോട്ടൽ ടാസ്കിലാണ്. ഓർമ്മ ഇത് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും, എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. കാരണം ജുനൈസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും ജുനൈസിന് അവിടെ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് എന്നായത് ഹോട്ടൽ ടാസ്കിന് ശേഷം. ആ റോളാണ് ഇവിടെ ഋഷി ചളകൊളാക്കി മാറ്റിയത്. ഒരു ഇതും ഇല്ലാണ്ട് ഋഷി. അതല്ല, ഋഷിനെറ്റാണ് ഇവർ പവർ ടീം നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താവോ ചെയ്യാൻ അൻസിബ സമ്മതിക്കില്ല അതൊന്നും. കാരണം അൻസിബയുടെ ശരിക്കും പാവ ഉണ്ടെങ്കിൽ ഋഷിയാണ് അൻസിബയുടെ പാവ അല്ലേ. ശരി, ഇപ്രാവശ്യമാണ്. പണ്ട് സിബിന്റെ ടീം അല്ലായിരുന്നു ജിൻഡോനെ ഒരു പാവയായിട്ട് പപ്പറ്റായിട്ട് വെച്ചിരുന്നത്. കറക്റ്റ് ഇപ്രാവശ്യമാണ് ഋഷി ശരിക്കും പവർ ടീം എന്താ പറയണേ, ഓണർമാർ എന്താ പറയണത് ചോദിച്ച് നടക്കുന്ന ഒരാളായിട്ട് ക്യാപ്റ്റനായിട്ട് അവിടെ ഇരുന്നിരുന്നത് ഋഷിയായിരുന്നു. അപ്പൊ ഋഷിനെ പക്ഷെ അവര് നോമിനേറ്റ് ചെയ്തില്ല. ഋഷിയുടെ പെർഫോമൻസ് ഒന്നും അവര് സംസാരിച്ചത് പോലും ഇല്ല. പവർ ടീം അവര് സംസാരിച്ചു, അത് അൻസീബയ്ക്കൊക്കെ പ്രശ്നമാവച്ചിട്ടായിരിക്കും. പക്ഷെ എന്നിട്ട് അവര് കറങ്ങി തിരിഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് ഈ ടാസ്കിനെ ഒഴിഞ്ഞു പോയ അപ്സരയുടെ ടീം ഉണ്ടായിരുന്നു. അപ്സര അല്ല, അവരെയാണ് നോമിനേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ വേറെ സംഭവം ഉണ്ടോ ഇതോ? അപ്പോൾ സിജോക്ക് അസുഖമാണ്. സിജോന് അസുഖമല്ല, സിജോക്ക് ഹെൽത്ത് ഒക്കെ അല്ല, അതുകൊണ്ട് സിജോ നോമിനേറ്റ് ചെയ്തില്ല. സായിക്ക് ഹെൽത്ത് പ്രശ്നം, സായിനി നോമിനേറ്റ്. അതാണ് അവർ പറയുന്ന റീസൺ ഉള്ളത്. അല്ല, എങ്ങോട്ടാ ഇവരൊക്കെ ശരണ്യ അപ്സരയൊക്കെ ഇല്ലേ, എന്തുകൊണ്ട് അവരെ ചെയ്തില്ല? അല്ലെങ്കിൽ സിജോ സായി സത്യത്തിൽ എന്തായാലും ഉള്ളിൽ കാണിക്കുന്നത് ഒന്നുമില്ല. സായിനൊക്കെ ശരിക്കും നോമിനേറ്റ് ചെയ്യണം. സായിക്ക് പിന്നെ ബാക്ക് പെയിൻ ആണെന്നുള്ള പേരിലാണ് ഇപ്പൊ ചെയ്യാത്തത്. സിജോ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. സിജോന്റെ കാര്യം വിടും, സിജോ പോയിട്ടുണ്ട്. സായിക്കൊന്നും പോയിട്ടേ ഇല്ല. പൊതുവെ എന്താ വെച്ചാൽ എല്ലാവരായിട്ട് ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. കാര്യം കൊണ്ടാണ് അവരും നോമിനേറ്റ് ചെയ്യാത്തത്. പക്ഷെ സായിനൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞു. കാരണം ഒരു ഗെയിം ഒന്നും കളിക്കുന്നില്ല. സായി ഒന്നും സത്യം പറഞ്ഞപ്പോൾ എതിർത്തുണ്ടായിരുന്നില്ല. മറ്റേ കല്ല് ശിക്കാരി ശംഭുവിനെ വരെ എനിക്ക് തോന്നിയത്. കാരണം അർജുൻ അവിടെ പോയി നോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശിക്കാരി ശംഭു പോയതാണ്. സായിനെങ്കിലും നോമിനേറ്റ് ചെയ്യായിരുന്നു അവർക്ക്. എന്നിട്ട് ജാസ്മിനെ ചെയ്തു. ജാസ്മിൻ ആണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടായി വരികയെന്നറിയോ, ഈ അൻസിബടി ഇവരുടെ ഈ സ്വഭാവം കാരണം ഒരുപാട് ആൾക്കാർ ജാസ്മിനിൽ ഇഷ്ടമായി ജാസ്മിന് വോട്ട് ചെയ്യാൻ തുടങ്ങുക. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരവിടെ കമന്റ് ബോക്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ജാസ്മിന്റെ ഫാൻ പവർ കേട്ടോ. സത്യം പറഞ്ഞ പവർ ടീം ഇന്ന് ജാസ്മിന് കപ്പ് കൊടുക്കാൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കി കൊടുത്തു. ജാസ്മിന് ഒന്നും കൂടി സ്ട്രോങ് ആക്കി കൊടുത്തു. ആയിക്കോട്ടെ, അല്ലാണ്ട് അത് ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരാവോ? ഒരു വിവരമില്ലാത്ത, പിന്നെ ഒരു എന്താ പറയാ, ഒരു അന്തവും ഇല്ലാത്ത പോലെയാണ് അവരവിടെ. അതിന് നോറയ്ക്ക് കുറച്ച് അന്തണ്ട്. അതാണ് നോറ ജാസ്മിന് ഇനി വേണ്ട, ജാസ്മിൻ അതിനുള്ള ശിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞിരുന്നിരുന്നത്. പക്ഷെ എന്താ പറയാ, മറ്റുള്ളവർക്കൊന്നും കേട്ടില്ല. അതിന് രസം എന്താ അറിയോ, എല്ലാവരും മനസ്സിലും എന്താ കറക്റ്റായിട്ട് വരിക അറിയോ, ഇത് അടി കൊണ്ടത് ഗ്യാസ് ഓഫ് ചെയ്തതിന് കഴുത്തിന് പിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അടി കൊണ്ടത് ജാസ്മിൻ, അത് ചെയ്തത് റസ്മിൻ. എന്നിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് റസ്മിൻ. ആരെ നോമിനേറ്റ് ചെയ്യുന്നത്?
ജാസ്മിൻ ഇത് ജാസ്മിൻ പറഞ്ഞു. ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് പറയാണ്, വേദനിച്ചതും എനിക്ക്, ഉപദ്രവിച്ചതും എന്നെ, അവസാനം ജയിലിലേക്ക് പോണതും ഞാൻ. അത് സത്യല്ലേ? അതിലൊരു ഭയങ്കര വാസ്തവമുണ്ട്. പക്ഷെ ലാലേട്ടൻ ഇപ്രാവശ്യം വരുമ്പോൾ അതെനിക്കൊരു ആഗ്രഹമുണ്ട്, എല്ലാ പ്രാവശ്യത്തെയും പോലെ സ്ട്രോങ് ആയിട്ട് തന്നെ റസ്മിനോട് ചോദിക്കണം എന്നുള്ളത്. കാരണം റസ്മിൻ ആ ചെയ്തത് ഒരു തെറ്റേ അല്ലാത്ത പോലെയാണ് റസ്മിന്റെ ഒക്കെ അവിടെയുള്ള നടത്തം. റസ്മിൻ തെറ്റാണെങ്കിൽ എനിക്ക് തന്നോളൂ എന്നൊക്കെ അന്ന് ബിഗ് ബോസിനോട് പറഞ്ഞതൊന്നും അത്ര വലിയ ആത്മാർത്ഥമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നിട്ടും ജാസ്മിനോടുള്ള രീതിയിലുള്ള ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും റസ്മിൻ എന്തോ ശത്രു. അപ്പൊ ഇത്രയും കാലം റസ്മിൻ ഗബ്രിയോടും ജാസ്മിനോടൊക്കെ കാണിച്ച ഫ്രണ്ട്ഷിപ്പ് വെറും ഫേക്ക് ആയിരുന്നില്ലേ? റസ്മിന്റെ ക്യാരക്ടറെ ഒട്ടും നന്നല്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല റസ്മിന്റെ ക്യാരക്ടർ, ഇഷ്ടപ്പെടില്ല. ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് എന്തോ അതിന്റെ സംസാര രീതിയാണെങ്കിലും മാനറിസംസ് കൊണ്ടൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, ബിഗ് ബോസ് സീസൺസിൽ തന്നെ 6 തന്നെ ഭയങ്കര വെറുപ്പ് പോകുന്നത്. എൻ്റെ ഒരു കോമഡി എന്താ വെച്ചാൽ ജാസ്മിൻ പറഞ്ഞതൊക്കെ ചിരി വന്നത്. അതായത് ജാസ്മിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് പോലെ. അപ്പോൾ ജാസ്മിൻ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. പണ്ടായിരുന്നു എനിക്ക് ഗബ്രീനോട് സംസാരിച്ചിരിക്കണമായിരുന്നു, അപ്പോൾ പിന്നെ എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഗബ്രീനോട് രാത്രി വരെ കുറേ നേരം സംസാരിച്ചിരിക്കണമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. ഇത് നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറയാണ്. അല്ല, ഈ രീതിയിലാ പോണെച്ചാൽ ജാസ്മിന്റെ സപ്പോർട്ടേഴ്സ് ഇഷ്ടം പോലെ വരും, അതാണ്ടാവും പോണേ. അത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ആൾക്കാർക്കും സഹതാപം ഉണ്ടാക്കിപ്പിക്കും. കാരണം ഇവരിങ്ങനെ ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ബിഹേവ് ചെയ്താൽ. പിന്നെ ജാസ്മിൻ ഗബ്രിയുടെ കൂടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. ബിഗ് ബോസ് ഒക്കെ അങ്ങനെ തന്നെയാ, ആ സംഭവം പിന്നെ പറഞ്ഞു നടക്കൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എങ്ങനെയാണോ പ്രസന്റ് എങ്ങനെയാണോ എന്നുള്ളതല്ലേ ആൾക്കാർ ഇനി കാണുള്ളൂ. അപ്പോൾ ഇവര് ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ ജാസ്മിൻ അവരെങ്ങനെയെങ്കിലും കപ്പ് എടുത്തു കൊടുക്കും. ബിഗ് ബോസേ കൊടുക്കും, അതിന്റെ കൂട്ടത്തിൽ ഇവരും കൂടി റെഡിയാക്കി കൊടുക്കും. എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പവർ ടീം ഇപ്രാവശ്യത്തെ പവർ റൂം എന്ന് പറഞ്ഞാൽ പവർ ടീം എന്ന് പറഞ്ഞാൽ അത്രയും മോശം പവർ ടീമായിരുന്നു. അതിനി ലാലേട്ടൻ പറഞ്ഞാൽ നന്നായി, പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായാൽ നന്നായി. അല്ലെങ്കിൽ നാളെ മൂപ്പര് വരുമ്പോൾ എന്തൊക്കെയും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എന്താ ഈ റസ്മിന്റെ കാര്യം ചോദിക്കണം, റസ്മിന്റെ കാര്യം ചോദിക്കും വേണം. എൻ്റെ ഒരു മനസ്സിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ റസ്മിന് ശിക്ഷയായിട്ട് ഡയറക്റ്റ് നോമിനേഷനിൽ ഇടണം. പിന്നെ ഫൈനലായിട്ട് ഇത് മാത്രം സായിയുടെ ആ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആക്ച്വലി ആ സായി ബിഗ് ബോസിനോട് പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഈ സംഗതി ഉണ്ടെന്നുള്ളത്, ഈ കല്ലുണ്ടെന്നുള്ളത്. അതോടുകൂടി ആ കളീൻ്റെ ദമ്മ് പോയില്ലേ? പോയി. അല്ല, കുറച്ചേരും കൂടി എല്ലാവരും കൂടി തരികയായിരുന്നു, കളിപ്പിക്കല്ലേ വേണ്ടിയിരുന്നത്. അതൊക്കെ ഒരു അതിബുദ്ധി കാണിച്ച് പൊട്ടത്തരായി പോവാണ് കേട്ടോ. അത് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ സായിയുടെ വിചാരം അങ്ങനെ പറയണമെന്നായിരിക്കും, ഒരു പക്ഷേ അതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ അത് സായി പറയാതെ പിന്നെ പിടിച്ചിരിക്കുന്നെങ്കിൽ അല്ലേ ഒരു ഒരു ടാസ്ക് ഒരു രസമായിരുന്നു. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നാളെ ലാലേട്ടൻ വരുന്ന സമയത്ത്, അതെ, നാളെയാണ് വീക്കെൻഡ് എപ്പിസോഡ്. എന്തൊക്കെ കുറേ എണ്ണങ്ങൾ അനാവശ്യം. പിന്നെ എന്തായാലും ലാലേട്ടൻ ശിക്ഷ എന്തെങ്കിലും കൊടുക്കണം, നല്ലോണം പറയും വേണം. അല്ല, ഡയറക്റ്റ് നോമിനേഷനിൽ പിടിച്ചിട്ടാൽ മതി, പോയിക്കോളും, ഔട്ടായിക്കോളും. ഇട്ടാൽ മതിയായിരുന്നു. അല്ല, ഔട്ടാവണം. കാരണം അത്രയും എന്താ പറയുക, വേസ്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ.